വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഇത്തിരി വലിപ്പത്തിലുള്ള കുറച്ച് നാരങ്ങകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഈ നാരങ്ങകൾ എല്ലാം ഇട്ട് കൊടുക്കാം. കണ്ടോ, ആവി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാനതിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് അതിനെ അങ്ങനെ തന്നെ അടച്ച് വയ്ക്കണം. ഇതിലിരുന്ന് വേകണം. തീരെ വെന്ത് പോവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം നമുക്കത് വെന്ത് കിട്ടാൻ. എന്നാലേ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള നാരങ്ങാച്ചാറ് ക്ലിയർ ആവുള്ളൂ. അടപ്പൊക്കെ എടുത്ത് അടച്ച് വെച്ചു. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് ഏകദേശമൊക്കെ ഒന്ന് എൻ്റെ രീതിയിൽ പാകമായിട്ടുണ്ട്. തീരെ പഴുത്ത് തീരെ ഇതായിട്ടുള്ളതായാലും ഒരു ടേസ്റ്റ് കാണത്തില്ല. ഞങ്ങൾ ഈ രീതിയിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ സജസ്റ്റ് ചെയ്തത്. അത് കായപ്പൊടി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് അത്യാവശ്യം വേണ്ടുന്ന. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത്രയും ഇട്ടതിന് ശേഷം വലിയ കയ്പില്ലാത്ത രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് ഉലുവ ഇടണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. പല രീതിയിലാണ് ഓരോരുത്തർ വെക്കുന്നത് കേട്ടോ. ഞാൻ വയ്ക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് അവരുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കുമല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്പെഷ്യലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഓണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. കണ്ടോ, അടുത്ത് നമുക്ക് ഇത് നാരങ്ങ വയ്ക്കാനുള്ള ചട്ടി എടുക്കാം. ശേഷം നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അച്ചാറുകൾക്ക് എല്ലാവരും ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിലാണ് നമുക്ക് വെളുത്തുള്ളി, അതിന് ശേഷം നമുക്കിഷ്ടമുള്ള മുളകിടാം കേട്ടോ. ഞാൻ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത്. കാന്താരി മുളക് ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ. കുട്ടികൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത്രയും എൻ്റെ കയ്യിലുള്ളത് അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓപ്ഷണലായിട്ട് ഇഞ്ചിയും കൂടെ യൂസ് ചെയ്യാം. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചി ആവശ്യത്തിന് നമുക്കൊരു കണക്കിന് കുഞ്ഞായിട്ട് എടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. കണ്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇത് ഞാൻ 1 സ്പൂൺ ഇട്ടു. അതിന് ശേഷം ഇടുന്നതൊക്കെ ഞാൻ ഇത്തിരി എരിവുള്ള ഇതാണ്. തീരെ എരിവായി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളും കഴിക്കത്തില്ല. അതുകൊണ്ട് അതിന് കണക്കാക്കിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര സ്പൂൺ വേണോ ഇടാം. നിങ്ങളുടെ രുചിക്കനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ഇടാം ഇത്. അതിന് ശേഷം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ ആ കൂട്ട് ഉലുവയും കടുകും കൂടെ അരച്ച് വെച്ചതും കൂടെ ഇട്ടു. ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൽ ഊറി വന്നിട്ടുള്ള ആ വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. എന്നാലും ഒരു ടേസ്റ്റ് കാണുള്ളൂ. ഇത് എത്ര ദിവസം വേണോ ഇരിക്കും കേട്ടോ. ഇത് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടുകൂടാതെ ഒരുപാട് ദിവസം ഇരിക്കും. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ട് തീരെ മൂപ്പിച്ച് വറക്കരുത് കേട്ടോ. അത് നമുക്ക് പിന്നീട് അത് കഴിക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും. നമ്മളിതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചേർത്ത് കഴിക്കത്തില്ലല്ലോ. ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് നോക്കണം, ഈ ഗ്രേവിയിലും കൂടെ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.